നമസ്കാരം, സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ UDF തേരോട്ടം. ജില്ലാ പഞ്ചായത്ത് അടക്കം LDFന് നഷ്ടമായി. മുനിസിപ്പാലിറ്റികൾ നിലനിർത്തി UDF. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നേട്ടമുണ്ടാക്കാൻ LDFനായില്ല. തോൽവിക്ക് പിന്നാലെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചെന്ന് വ്യക്തമാക്കി EM ആഗസ്തി. ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രസംഗിക്കാനില്ല, ശ്രോതാവായിരിക്കുമെന്നും പോസ്റ്റിൽ പറയുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള കടുത്ത വിരോധമാണ് UDFന് ചരിത്ര വിജയം നേടുന്നതെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറിയുടെ വാർഡിൽ UDFന്റെ ചരിത്ര വിജയമെന്നും MP. തിരിച്ചടി പരിശോധിക്കുമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. തിരിച്ചടിയുണ്ടായാൽ അതിന്റെ വസ്തുത പരിശോധിച്ച് തിരിച്ചുവരവിന് വേണ്ടിയുള്ള ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് ചെയ്യുകയെന്നും CV വർഗീസ് പറഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ UDF തേരോട്ടം. ജില്ലാ പഞ്ചായത്ത് അടക്കം LDFന് നഷ്ടമായി. മുനിസിപ്പാലിറ്റികൾ നിലനിർത്തി UDF. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നേട്ടമുണ്ടാക്കാൻ LDFനായില്ല. ഇടതുകോട്ടയായി നിലനിന്ന പല പഞ്ചായത്തുകളും LDFന് നഷ്ടമായി. നെടുങ്കണ്ടത്തും കട്ടപ്പനയിലും LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഇടുക്കിയിൽ ഇടതുപക്ഷത്തിന് കനത്ത പരാജയമാണ് നേരിടേണ്ടി വന്നത്. ഇടതുപക്ഷം ഭരണം കൈയാളിയിരുന്ന ജില്ലാ പഞ്ചായത്ത് അടക്കമാണ് ഇത്തവണ നഷ്ടമായത്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ 17 ഡിവിഷനുകളിൽ 14 ഡിവിഷനിലും UDF വിജയിച്ചപ്പോൾ LDFന് നേടാനായത് 3 സീറ്റുകൾ മാത്രം. 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7 UDF വിജയിച്ചപ്പോൾ LDFന് നിലനിർത്താനായത് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് മാത്രം. ഗ്രാമപഞ്ചായത്തുകളിലും ഇത്തവണ ജനവിധി ഇടതിന് തിരിച്ചടിയായെന്ന് പറയാം. 52 ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുപക്ഷത്തിന് നേടാൻ കഴിഞ്ഞത് 11 പഞ്ചായത്തുകൾ മാത്രം. 36 പഞ്ചായത്തുകളിൽ UDF ഭരണത്തിലെത്തി. 4 പഞ്ചായത്തുകളിൽ ഇരു മുന്നണികളും സമനിലയിലെത്തി. 1/4 നൂറ്റാണ്ടിലധികമായി ഇടതുപക്ഷം ഭരണം കൈയാളിയിരുന്ന രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് അടക്കം ഇടതുപക്ഷത്തിന് നഷ്ടമായി. അതേസമയം കട്ടപ്പന, തൊടുപുഴ മുനിസിപ്പാലിറ്റികൾ UDF നിലനിർത്തിയപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് EM ആഗസ്തി കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ പരാജയപ്പെട്ടു. പരാജയത്തിന് പിന്നാലെ ആഗസ്തി പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി അറിയിച്ച ഫേസ്ബുക്ക് പോസ്റ്റും പങ്കുവച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലും ബൈസൺവാലി അടക്കമുള്ള ഗ്രാമപഞ്ചായത്തുകളിലും NDAയും മുന്നേറ്റമുണ്ടാക്കി. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ 7 വാർഡുകളിലും NDA വിജയം ഉറപ്പിച്ചു. ഉപ്പുതറയിലും ബൈസൺവാലിയിലും മറയൂരിലും അടക്കം NDA മുന്നേറ്റമുണ്ടാക്കി. അതേസമയം പരാജയത്തെക്കുറിച്ച് വിശദമായി പഠിച്ച് തിരുത്തലുകൾ വരുത്തി വീണ്ടും വിജയത്തിലേക്ക് എത്താൻ മുമ്പോട്ട് പോകുമെന്നാണ് LDF നേതാക്കളുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ്, ഇടുക്കിയിൽ UDFന്റെ ഒരു തേരോട്ടമാണ് കാണാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അശ്വതി, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കനത്ത തിരിച്ചടിയാണ് ഇടുക്കിയിൽ ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഫലപ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അടക്കം ഇടതുപക്ഷത്തിന്റെ കയ്യിലിരുന്ന ത്രിതല പഞ്ചായത്തുകൾ അപ്പാടെ UDF പാളയത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ഇടതുപക്ഷവും പ്രവർത്തകരും തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയിരുന്നത്, പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയിരുന്നത്. എന്നാൽ അതിനുശേഷം ഈ ഒരു മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം വോട്ടെടുപ്പും കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വരുമ്പോൾ അതൊന്നും പ്രതിഫലിക്കുന്നില്ല. മറിച്ച് UDFന് അനുകൂലമായ ഒരു തരംഗം തന്നെ ഇടുക്കിയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ മേഖലയിലും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും എടുത്ത് പരിശോധിക്കുമ്പോൾ അത്തരത്തിലാണ് ഇപ്പോൾ ഫലപ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിച്ചിരുന്നതാണ്. ഈ 17 ഡിവിഷനുകളിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ 17 ഡിവിഷനുകളിൽ 14 ഡിവിഷനിലും വിജയിച്ചിരിക്കുന്നത് ഇത്തവണ UDF സ്ഥാനാർത്ഥികളാണ്. 3 സ്ഥാനാർത്ഥികൾ മാത്രമായി LDFന് വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യം. ജില്ലാ പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമായിട്ടിരിക്കുന്നു. 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇടുക്കി ജില്ലയിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇല്ലെങ്കിൽ നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളത് LDFന് കഴിഞ്ഞിട്ടുള്ളത് 1 ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമാണ്, ദേവികുളം. മറ്റ് 7 ബ്ലോക്ക് പഞ്ചായത്തുകളും UDFന്റെ കൈകളിൽ ഭദ്രമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് എത്തുമ്പോൾ പോലും ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ തിരിച്ചടി LDFന് ഉണ്ടായിരിക്കുന്നു. UDFന്റെ വലിയ മുന്നേറ്റം അവിടെയും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. ഏതാണ്ട് 52 പഞ്ചായത്തുകളിൽ 36 പഞ്ചായത്തുകളും ഇപ്പോൾ ഓൾറെഡി UDF ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഒപ്പം തന്നെ 14 പഞ്ചായത്തുകളിൽ ഇടതുപക്ഷവും വന്നിട്ടുണ്ട്. ഈ 11 പഞ്ചായത്തുകളിൽ ഇടതുപക്ഷവും എത്തിയിട്ടുണ്ട്. 4 പഞ്ചായത്തുകൾ
സമാസമം എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടെ എന്തെങ്കിലും പ്രതീക്ഷ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതം, ഇല്ലെങ്കിൽ ഭാഗ്യം ഇടതുപക്ഷത്തെ തുണച്ചാൽ മാത്രമാകും ഇനി കൂടുതൽ ഒരു പഞ്ചായത്തോ രണ്ട് പഞ്ചായത്തുകളിലേക്കോ എത്താൻ സാധിക്കുക എന്നുള്ളതാണ് അതിലെ കാര്യം എന്ന് പറയുന്നത്. 36 പഞ്ചായത്തുകൾ ഇപ്പോൾ സുരക്ഷിതമായി UDF-ന്റെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു. 4 പഞ്ചായത്തുകൾ സമാസമം നിൽക്കുന്നു. 11 പഞ്ചായത്തുകൾ LDF-ഉം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ കാലങ്ങളായി ഭദ്രമായിട്ടിരുന്ന, ഇല്ലെങ്കിൽ ഇടതു കോട്ടയായി നിലനിന്നിരുന്ന പഞ്ചായത്തുകൾ പോലും ഇടതുപക്ഷത്തിന് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് കാണേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്തായിരുന്നു രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് 1/4 നൂറ്റാണ്ടിലധികമായി ഇടതുപക്ഷം ഭരണം കൈയാളുന്ന ഒരു പഞ്ചായത്താണ്. ഇടതു കോട്ടയായി തന്നെ നിലനിൽക്കുന്നതാണ്. UDF-ന് സ്വാധീനമുള്ള മേഖലകളുണ്ട് എങ്കിൽ പോലും ഈ 1/4 നൂറ്റാണ്ടിൽ അധികമായി ഇടതുപക്ഷം കയ്യിൽ വെച്ചിരുന്ന ആ ഗ്രാമപഞ്ചായത്തിൽ വലിയ മുന്നേറ്റമാണ് UDF ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തവണ 10 സീറ്റുകൾ UDF അവിടെ ഉറപ്പിച്ചിരിക്കുന്നു. അതായത് ഭരണം ഉറപ്പിച്ചിരിക്കുന്നത് 10 സീറ്റുകൾ കൊണ്ടാണ്. ആദ്യഘട്ടത്തിൽ രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിയൊക്കെ ഒരുക്കിയിരുന്നു UDF-ഉം അതോടൊപ്പം തന്നെ കോൺഗ്രസും ലീഗും തമ്മിലുള്ള വിഷയങ്ങൾ. അവിടെ ലീഗ് കോൺഗ്രസുമായി പിരിഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ UDF-ഉമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച ലീഗിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചു. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ, അതായത് കാലങ്ങളായി 1/4 നൂറ്റാണ്ടിലധികമായി ഭരണം കൈയാളിയിരുന്ന രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ 3 വാർഡുകളിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് വിജയിക്കാൻ സാധിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകൾ കൈവിട്ടു പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായിരുന്നാലും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന എല്ലാം ആ ആത്മവിശ്വാസങ്ങളൊന്നും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഉണ്ടായിട്ടില്ല. ജനങ്ങൾ അതിനെ മുഖവിലേക്ക് എടുത്തിട്ടില്ല. ജനവിധി എന്ന് പറയുന്നത് UDF-ന് അനുകൂലമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഫലപ്രഖ്യാപനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ അന്വേഷണം പഠിച്ച് അതുമായി മുമ്പോട്ട് പോകും എന്നുള്ളതാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. CB വർഗീസ്, അതുപോലെ M മണി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അക്കാര്യത്തിൽ വിശദീകരണം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലും വലിയ തോൽവികളെ അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം പിന്നീട് വീണ്ടും വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തോൽവിയെ സംബന്ധിച്ച് പഠിക്കുകയും തിരുത്താനുള്ളത് തിരുത്തുകയും മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു CB വർഗീസിന്റെ പ്രതികരണമായിട്ട് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ M മണിയും ആ തരത്തിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പാർട്ടിയും പാർട്ടിയും മുന്നണിയും പരിശോധിക്കും എന്ന തരത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ M മണിയുടെ ഒരു പ്രസ്താവന വിവാദമായി ഇപ്പോൾ മാറുകയും ചെയ്തിട്ടുണ്ട്. വോട്ടർമാർ നന്ദി കാണിച്ചിട്ടില്ല എന്നുള്ളൊരു പരാമർശം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായിരുന്നാലും ഇടതുപക്ഷ നേതാക്കന്മാർ ഇത്തരത്തിലൊരു വിശദീകരണം നൽകുമ്പോൾ UDF നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മറ്റൊരു വിശദീകരണമാണ്, ഇല്ലെങ്കിൽ മറുപടിയാണ് ഉണ്ടാകുന്നത്. ഇടതു ഭരണത്തിനെതിരായിട്ടുള്ള ജനവിധി എന്നുള്ളതാണ് UDF നേതാക്കൾ പ്രതികരിക്കുന്നത്. കനത്ത ധാർഷ്ട്യത്തിനെതിരായിട്ടുള്ള മറുപടിയാണ് നൽകിയതെന്നായിരുന്നു CP മാത്യു പ്രതികരിച്ചത്. പിണറായി വിജയന്റെ ധാർഷ്ട്യത്തോടെയുള്ള ഭരണത്തിന്, ഇല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക്, ഇതിനെല്ലാം എതിരായുള്ള ഭരണവിരുദ്ധ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നുള്ളതായിരുന്നു ഡീൻ കുര്യാക്കോസ് MP-യുടെ പ്രതികരണം. അത്തരത്തിൽ വാദപ്രതിവാദങ്ങളും വിശദീകരണങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത്തവണ ഇടുക്കിയിൽ UDF-ന് അനുകൂലമായ കാറ്റുവീശി UDF തരംഗമായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി, വിവരങ്ങൾ നൽകുകയായിരുന്നു സന്ദീപ് രാജക്കാട്. തോൽവിക്ക് പിന്നാലെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചെന്ന് വ്യക്തമാക്കി EM ആഗസ്തി. ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. തോൽവിയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ട സമയമായെന്ന് മനസ്സിലായെന്നും ഇനി വേദിയിൽ ഉണ്ടാകില്ല, സദസ്സിലുണ്ടാകുമെന്നും പ്രസംഗിക്കാനില്ല, ശ്രോതാവായിരിക്കുമെന്നും പോസ്റ്റിൽ പറയുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷിനു ഫിലിപ്പ് ചേരുകയാണ്. ഷിനു, കട്ടപ്പന നഗരസഭയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലടക്കം വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഫലപ്രഖ്യാപനം വരുമ്പോൾ UDF നഗരസഭ നിലനിർത്തിയെങ്കിലും മുതിർന്ന നേതാവ് EM ആഗസ്തിയുടെ പരാജയം കോൺഗ്രസിനുള്ളിൽ വിവാദമാവുകയാണോ? എന്താണ് വിവരങ്ങൾ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കട്ടപ്പന, തൊടുപുഴ മുനിസിപ്പാലിറ്റികൾ നിലവിൽ നിലനിർത്തിയിട്ടുണ്ട് UDF. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ വലിയ വിജയം ആഘോഷിക്കുമ്പോഴും അഡ്വക്കേറ്റ് DM അഗസ്തിയുടെ പരാജയം കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. AICC മെമ്പറും 3 തവണ MLA-യുമായ അദ്ദേഹത്തിനെ കട്ടപ്പന നഗരസഭ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് രംഗത്തിറക്കിയത്. ഗ്രൂപ്പ് വഴക്കം, AI ഗ്രൂപ്പ് വഴക്കം, KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് വഴക്കൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് UDF കട്ടപ്പന നഗരസഭ നിലനിർത്തിയിട്ടുണ്ട്. അതേസമയത്താണ് അഡ്വക്കേറ്റ് DM അഗസ്തിയുടെ കനത്ത പരാജയം കോൺഗ്രസിന് തലവേദനയായി മാറുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം നിർത്തുവാൻ സമയമായെന്നും അദ്ദേഹം പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്.
നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പരസ്യ പ്രസ്താവനയ്ക്കില്ല എന്നുള്ള നിലപാടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറയുന്നത്, കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു, ജനവിധി മാനിക്കുന്നു, വിജയിച്ചവർക്ക് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു, നൂറ്റാണ്ടിലേറെ നീണ്ടുനിന്ന് എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുവാൻ സമയമായി എന്ന വസ്തുത മനസ്സിലാക്കുന്നു. സുദീർഘമായി ഈ കാലയളവിൽ കൂടെ നിന്ന് പ്രവർത്തിച്ചവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കാലഘട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടതിൽ മാപ്പ് ചോദിക്കുന്നു. ജീവിതകാലം മുഴുവൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇനി മുതൽ വേദിയിൽ ഉണ്ടാവില്ല, സദസ്സിലുണ്ടാവും, പ്രസംഗിക്കാനുണ്ടാവില്ല, ശ്രോതാവായിരിക്കും. നൂറ്റാണ്ടുകാലം വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുവാനും ധാരാളം ബഹുമാന്യ വ്യക്തികളുമായി അടുത്ത് പ്രവർത്തിക്കുവാനും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധമായി നിർവഹിക്കാനും കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തോടു കൂടി മനഃപൂർവ്വമില്ലാത്ത വീഴ്ചകളിൽ മാപ്പ് ചോദിക്കുന്നു എന്നൊരു പോസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന കാര്യത്തിൽ സംശയമില്ല. നന്ദി ഷിനു. കേരളത്തിലെ രാഷ്ട്രീയം ഉറ്റുനോക്കിയ മത്സരമായിരുന്നു കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ 22-ാം വാർഡിൽ നടന്നതെന്നും വിജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ EM അഗസ്തിക്കെതിരെ മത്സരിച്ച് വിജയിച്ച LDF സ്ഥാനാർത്ഥി CR മുരളി. മുമ്പോട്ട് വാർഡിന്റെ വികസനത്തിന് EM അഗസ്തിയുടെ സഹായവും പിന്തുണയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും CR മുരളി പ്രതികരിച്ചു. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഉറ്റുനോക്കുന്ന ഒരു മത്സരമായിരുന്നു നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റി 22-ാം വാർഡിൽ നടന്നത്. ബഹുമാന്യനായിട്ടുള്ള അഡ്വക്കേറ്റ് EM അഗസ്തി സാറാണ് സാറുമായിട്ടായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. എന്തായാലും ഇവിടുത്തെ ജനങ്ങൾ എനിക്ക് നൽകിയ പിന്തുണ കൊണ്ടാണ് എനിക്ക് ഇത്രയും മെച്ചപ്പെട്ട ഒരു വിജയം നേടാൻ കഴിഞ്ഞത്. 60 വോട്ടിനാണ് എനിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ഇവിടെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും ജനകീയമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ ഇടപെടുകയും അവരെല്ലാവരെയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരുമായും നല്ല നിലയിലാണ് ഞാനിവിടെ പ്രവർത്തിച്ചു വന്നത്. കഴിഞ്ഞ 40 വർഷത്തെ എൻ്റെ പൊതുരംഗത്തെ അനുഭവവും അതുപോലെ പാരമ്പര്യമെല്ലാം എൻ്റെ വിജയത്തിന് തുണയുമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി നമ്മുടെ ആ മത്സരങ്ങളെല്ലാം തീർന്നു. ഇനിയും ഈ വാർഡിൻ്റെ വികസനമാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. അതിനകത്ത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ വ്യക്തിവിരോധമോ ഒന്നും ഉണ്ടാകില്ല. നമുക്ക് എല്ലാ ചിന്താഗതികൾക്കും അതീതമായി നമ്മുടെ ഈ വാർഡിൻ്റെ പൊതുവികസനത്തിന് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കും വേണ്ടി ഒത്തരം കൂടി പ്രവർത്തിക്കാം. അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട EM അഗസ്തി അദ്ദേഹത്തിൻ്റെ കൂടി സഹായം എനിക്കുണ്ടാകുമെന്ന് ഉറപ്പുണ്ട്. അദ്ദേഹം അത്തരത്തിൽ ഞാനുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമുള്ളത് ഒരു പരാജയ സമയത്ത് പോലും അദ്ദേഹം വളരെ ഒരു സഹോദര തുല്യനായി എന്നെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോയി എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമാണ്. ഇത്തവണത്തെ ജനവിധിയിൽ ഇടത് കോട്ടയായി നിലനിന്നിരുന്ന പല പഞ്ചായത്തുകളും LDFന് നഷ്ടമായി. അതിലൊന്നാണ് നൂറ്റാണ്ടിലധികമായി ഇടതുപക്ഷം ഭരണം നടത്തിയിരുന്ന രാജാക്കാട് ഗ്രാമപഞ്ചായത്ത്. 14 വാർഡുകളിൽ 10 വാർഡുകളിലും UDF വിജയം നേടിയപ്പോൾ LDFന് 3 വാർഡുകൾ മാത്രമാണ് ലഭിച്ചത്. ഭരണം തിരിച്ചുപിടിച്ചതിന്റെ ആവേശത്തിലാണ് UDF. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായിട്ടുള്ള മുന്നേറ്റം വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് 1/4 നൂറ്റാണ്ടിലധികമായി നടത്തിയ LDFന്റെ ഭരണത്തിൽ നിന്ന് ഇപ്പോൾ UDF തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു വലിയ ആഹ്ലാദ പ്രകടനത്തിനാണ് UDF പ്രവർത്തകരും സ്ഥാനാർത്ഥികളും വിജയിച്ചെത്തിയ സ്ഥാനാർത്ഥികളും ഒപ്പം UDFന്റെ കോൺഗ്രസിന്റെയും നേതാക്കന്മാർ എല്ലാവരുമായിട്ടുള്ളത്. KPCC അംഗമായിട്ടുള്ള R ബാലൻപിള്ള അടക്കം നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു വിജയത്തെ? ഈ വിജയത്തെ ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളുടെ തന്ന ഞങ്ങളുടെ അംഗീകാരം ഞങ്ങൾ വിനയപൂർവ്വം സ്വീകരിക്കുന്നു. ജനാധിപത്യ വിശ്വാസികൾ വിജയിപ്പിച്ച വോട്ടർമാർക്കും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്കും വിശ്വാസം സംരക്ഷിക്കുന്ന നിലയിലുള്ള പ്രവർത്തനമായിരിക്കും പുതിയ പഞ്ചായത്ത് ഭരണസമിതി പ്രവർത്തനം ഉണ്ടാകുന്നത്. അതിന് മാധ്യമ പ്രവർത്തകരുടെയും മറ്റുള്ള എല്ലാവരുടെയും കലവറയില്ലാത്ത പിന്തുണ ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. എന്തായാലും വലിയ ഒരു ആദ്യഘട്ടത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രചരണം കോൺഗ്രസിനും UDFനും എതിരായിട്ടുണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അതും ഏതാണ്ട് 1/4 നൂറ്റാണ്ടിലധികമായിട്ടുള്ള ഭരണം തിരിച്ചു പിടിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ബ്ലോക്ക് കോൺഗ്രസ് രാജാക്കാടിൻ്റെ ഭരണത്തിൽ പോയി രാജാക്കാട്ടിലെ പൊതുജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഭരണം, അതാണ് ഇപ്പോൾ UDFന്റെ കൈകളിലേക്ക് രാജാക്കാട്ടിലെ ജനങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് രാജാക്കാടിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടി ഈ ഭരണസമിതി അധികാരമേറ്റെടുക്കുന്ന ഭരണസമിതി എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് രാജാക്കാടിൻ്റെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അത്തരത്തിലാണ് രാജാക്കാടിൻ്റെ സമഗ്രമായ ഒരു വികസനത്തിന് വഴി തുറക്കുക എന്ന
ലക്ഷ്യത്തോടെയാണുള്ളത്. ഈ സ്ഥാനാർത്ഥികളടക്കം നമ്മോടൊപ്പമുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് നമുക്ക് കാണാം, ഏതാണ്ട് 10 സീറ്റുകളിൽ വിജയിച്ചെത്തിയിരിക്കുന്ന ഒരു ആവേശമാണ്. ക്വീൻ ടീച്ചറെ കഴിഞ്ഞ ബ്ലോക്കിലായിരുന്നു, ഇപ്പോഴാണ് ഗ്രാമപഞ്ചായത്തിൽ. എന്ത് തോന്നുന്നു ഈ ഒരു വിജയം? വളരെ സന്തോഷം, ജനസൗഹൃദമായിട്ട് ഞാൻ കരുതുകയാണ്. രാജാക്കാട് പഞ്ചായത്തിന്റെ ചരിത്രം മാറ്റിക്കുറിക്കാനായിട്ട് UDF ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഫലമാണ് 10 സീറ്റ് ഞങ്ങൾ പിടിച്ചുകൊണ്ട് സ്വതന്ത്രമായി ഭരിക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഈ പ്രദേശത്തെ എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ്. അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അഭിമാന നിമിഷമായിട്ട് കരുതുകയാണ്. ഏതായാലും അത്തരത്തിലാണ് വലിയ ആവേശത്തിലും അഭിമാനത്തോടെയും കൂടിയുള്ള ഒരു ആഹ്ലാദ പങ്കുവയ്ക്കലിലാണ് UDF പ്രവർത്തകരടക്കം ഉള്ളത്. അതിന്റെ ഒരു വിജയാഘോഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ പ്രതികരണങ്ങളും എത്തിയിട്ടുണ്ട്. അതിലേക്കെത്താം ഇടവേളയ്ക്ക് ശേഷം. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. UDFന് ജനങ്ങൾ അംഗീകാരം നൽകി. ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് കോട്ടം തട്ടാതെ UDF കട്ടപ്പന നഗരസഭ ഭരിക്കുമെന്ന UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി. ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ ജനങ്ങൾ നൽകിയ വലിയൊരു സ്നേഹത്തിൻ്റെയും പിന്തുണയുടെയും ഒരവസരമായി ഞാൻ ഇതിനെ കാണുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ഈ ഭരണം നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് UDFനോട് ജനങ്ങൾ കാണിച്ച വലിയ ഒരു അവർ നൽകിയ വലിയൊരു സ്നേഹവും പിന്തുണയുമാണത്. ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. വലിയ ഒരു മത്സരത്തെയാണ് നേരിട്ടത്. ഈ ഒരു മത്സരത്തിൽ ഐക്യജനാധിപത്യ മുന്നണി മുമ്പോട്ട് വെച്ച കാര്യങ്ങൾക്ക് ജനങ്ങൾ അംഗീകാരം നൽകി എന്നുള്ളത് വലിയ ഒരു സംതൃപ്തിയോട് തന്നെ അതിനെ കാണുകയാണ്. ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥതയോടും സുതാര്യതയോടും സത്യസന്ധതയോടും കൂടി നിറവേറ്റിക്കൊണ്ട് നാടിൻ്റെ പുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള കടുത്ത വിരോധമാണ് UDFന് ചരിത്ര വിജയം നേടുന്നതെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്തുകളെല്ലാം വൻ ഭൂരിപക്ഷത്തിലാണ് UDF വിജയിച്ചിട്ടുള്ളത്. LDF സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിരോധം ലഭിച്ച വോട്ടുകളുടെ ശതമാനം കൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നുണ്ടെന്നും MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറിയുടെ വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിച്ചത് ചരിത്ര വിജയമാണെന്നും MP പറഞ്ഞു. UDF വിജയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം വൻ മാർജിനിലാണ് വിജയിച്ചിട്ടുള്ളത്. അതായത് വോട്ടിംഗ് പെർസെൻറ്റേജ് നിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കേണ്ടതാണ്. പഞ്ചായത്തുകൾ തൂത്തുവാരി വിജയിച്ചിരിക്കുകയാണ്. അതായത് UDF വിജയിച്ചിട്ടുള്ള 30-ലധികം വരുന്ന പഞ്ചായത്തുകളും ഏതാണ്ട് 80%-ലധികം വിജയ ശതമാനമാണ് അവിടുത്തെ വാർഡുകളിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ജനങ്ങളുടെ കടുത്ത പ്രതിഷേധം ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ജനാധിപത്യ വോട്ടുകൾ ഒരുമിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇടുക്കി അസംബ്ലി നിയോജക മണ്ഡലം 10-ൽ 10 പഞ്ചായത്തും UDF വിജയിച്ചിരിക്കുകയാണ്. കട്ടപ്പന മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ജനാധിപത്യ വോട്ടുകൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചേരിയിൽ എത്തിയിരിക്കുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് സമാനമായ ഒരു റിസൾട്ട്
ഈ ജില്ലയിൽ ആ ഒരു വലിയ മുന്നേറ്റം ഇപ്പോൾ സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മത്സരിച്ച മിക്കവാറും എല്ലാ സീറ്റിലും തന്നെ അവർക്ക് പരാജയം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മതേതര വോട്ടുകളുടെ ഒരു ശക്തമായ തിരിച്ചുവരവ് UDF അനുകൂലമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിജയമാണ്. UDFൻ്റെ രാഷ്ട്രീയ വിജയം ഇടുക്കിയിൽ അരക്കിട്ട് ഉറപ്പിക്കുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പിന് കൂടിയാണ് ഈ അവസരത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ BJP വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിടത്തെല്ലാം അവർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ജനാധിപത്യ മതേതര വിജയമാണ്, മതേതര മുന്നേറ്റമാണ്. ഇടുക്കിയിലെ കാർഷിക വിഷയങ്ങളിൽ, ഭൂപ്രശ്നങ്ങളിലെല്ലാം ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ധിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സംസാരമായിരുന്നു ഇടതുപക്ഷ നേതാക്കന്മാരുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടറിയുടെ വാർഡ് ഐക്യ ജനാധിപത്യ മുന്നണി ബഹുഭൂരിപക്ഷത്തോടെ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ സന്തോഷത്തോടു കൂടി സൂചിപ്പിക്കുകയാണ്. ഇതെല്ലാം രാഷ്ട്രീയപരമായി UDFന് കിട്ടിയിട്ടുള്ള ഒരു വലിയ വിജയം തന്നെയാണ് ഈ വിജയം. ത്രിതല പഞ്ചായത്തുകളിലെ വിജയം പ്രതീക്ഷിച്ച വിജയമാണെന്നും കഴിഞ്ഞ ചില വർഷങ്ങളായി അടുക്കും ചിട്ടയോടും കൂടി നടത്തിയ UDFന്റെ പ്രവർത്തനങ്ങളാണ് ഉന്നത വിജയം കൈവരിക്കാൻ സഹായിച്ചതെന്നും ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെയും CPM പ്രവർത്തകരുടെയും ധാർഷ്ട്യവും ജനവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനവുമാണ് UDFന് ഉന്നത വിജയം നൽകിയത് എന്നും CP മാത്യു. ACC അംഗം കൂടിയായ അഡ്വക്കേറ്റ് EM ആഗസ്തിയുടെ പരാജയം പരിശോധിക്കുമെന്നും CP മാത്യു വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റിന് എതിരെയുള്ള ദുർഭരണത്തിൻ്റെ ജനങ്ങളുടെ ഒടുങ്ങാത്ത പ്രതികാരത്തിൻ്റെ ദാഹമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിലൂടെ ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ജനങ്ങളുടെ ജീവത്തായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇടുക്കിയിൽ കാർഷിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് കാണിച്ച കുറ്റകരമായ അലംഭാവം അത് ജനങ്ങൾ പ്രതികാരദാഹത്തോടു കൂടി തീർത്തു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ചില വാർഡുകളിലൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, എല്ലാ വാർഡുകളും ഇപ്പോൾ ജയിക്കണമെന്നില്ലല്ലോ. പക്ഷേ അത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് പാർട്ടി വിശദമായി പരിശോധിക്കും. പരാജയം സംബന്ധിച്ച് LDFും പാർട്ടിയും വിശദമായി പരിശോധിക്കും. ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. വികസനങ്ങൾക്കും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും വോട്ട് കിട്ടുമെങ്കിൽ LDF വിജയിക്കേണ്ടതായിരുന്നെന്നും MM മണി MLA. ജനങ്ങൾ നന്ദികേട് കാണിച്ചെന്നും MM മണി പ്രതികരിച്ചു. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചുവെന്ന് ഞങ്ങളുടെ പാർട്ടിയും LDFും പരിശോധിക്കും. ഇടുക്കി ജില്ലയിലെ കാര്യവും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഞങ്ങളുടെ പാർട്ടി വിശദമായി പരിശോധിക്കും. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പശ വന്നിട്ടുണ്ടോ, അഥവാ LDFിൻ്റെ പ്രവർത്തനങ്ങളുണ്ടോ, അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളുണ്ടോ, ഇതെല്ലാം പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടപടി വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പരിപാടികൾക്കും വോട്ട് കിട്ടുമെങ്കിൽ ഒരു കാരണവശാലും LDF പരാജയപ്പെടാൻ പാടില്ല. അതിന് മാത്രം വികസന പ്രവർത്തനം നമ്മുടെ ജില്ലയിലടക്കം ക്ഷേമ പ്രവർത്തനം, പെൻഷൻ എല്ലാം കൃത്യതയോടുകൂടി നൽകുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിക്കുന്ന ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വോട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനം, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിൽ ജനങ്ങൾക്ക് നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചുകൊണ്ട് നല്ല ഭംഗിയായി നമുക്ക് വെച്ചുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. തിരിച്ചടി പരിശോധിക്കുമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ വസ്തുത പരിശോധിച്ച് തിരിച്ചുവരവിന് വേണ്ടിയുള്ള ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് ചെയ്യുക. ഇതിനേക്കാൾ വലിയ തോൽവി കേരളത്തിൽ LDF നേരിട്ടിട്ടുണ്ടെന്നും അതിനെ അതിജീവിച്ചാണ് കടന്നു വന്നിട്ടുള്ളതെന്നും CV വർഗീസ് പറഞ്ഞു. ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു തോൽവിയോ സംബന്ധിച്ച് വിലയിരുത്താൻ പറ്റില്ല. കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസം ഇടുക്കിയിലുണ്ടായിട്ടുണ്ട്. അതൊക്കെ സംബന്ധിച്ച് പാർട്ടിയും നേതൃത്വവും ഇടതുപക്ഷ ജനാധിപത്യവും പരിശോധിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി വന്നതിനോടുകൂടി ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യമുള്ളയെ കേരളീയ സമൂഹം തള്ളിക്കളയുമെന്നോ അല്ലെങ്കിൽ കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ള ഒരു പരാജയം ഭരണവിരുദ്ധ വികാരമൊന്നും എത്തുന്ന കാര്യമില്ല. പദ്ധതി എന്താണെന്ന് പരിശോധിക്കും. പരിശോധന അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് സാധാരണ ഒരു തിരിച്ചടി ഉണ്ടായാൽ അതിൻ്റെ വസ്തുത പരിശോധിക്കപ്പെടുകയും ആ പരിശോധന അടിസ്ഥാനത്തിൽ തിരിച്ചുവരവിന് വേണ്ടി ആവശ്യമായ പ്രവർത്തനം നടത്തുകയും ചെയ്യും. വർദ്ധിതമായ തിരിച്ചടിയുണ്ട്, അതിൻ്റെ ഗൗരവത്തിൽ പരിശോധിച്ചുകൊണ്ട് തിരിച്ചു വരും. അതാണ് ഇടതുപക്ഷ ജനാധിപത്യമുള്ള CPMൻ്റെ ഇതുവരെയുള്ള അനുഭവം. ഇതിനേക്കാൾ വലിയ തോൽവി കേരളീയ സമൂഹത്തിൽ നേരിട്ടുണ്ടല്ലോ. കേരളത്തിനേക്കാൾ വലിയ തോൽവി ഇടതുപക്ഷ ജനാധിപത്യം നേരിട്ടിട്ടില്ല. ആ നേരിട്ടതിനെല്ലാം അതിജീവിച്ച് കടന്നു വന്നിട്ടുണ്ടല്ലോ. അവിടെ മൂന്നാം സർക്കാരെന്ന കാഴ്ചപ്പാടിനൊന്നും
ഏതും തരത്തിലുള്ള മങ്ങലേറ്റു എന്നുള്ള ഒരു വിലയിരുത്തലേക്ക് ഇപ്പം നമ്മൾ പോകേണ്ടതില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ പല വ്യത്യസ്തമായ കാരണങ്ങളുണ്ടാവാം. അതെല്ലാം ആ തരത്തിൽ പരിശോധിക്കപ്പെടുക, തിരുത്താൻ ആവശ്യ നിലപാട് സ്വീകരിക്കുക, തിരുത്തുക, അതനുസരിച്ച് ശക്തിയായി മുന്നോട്ട് വരിക എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടിമാലി ബ്ലോക്കിൽ UDF മുന്നേറ്റം. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം UDF നിലനിർത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 3 പഞ്ചായത്തുകളിൽ UDF ഭരണം പിടിച്ചെടുത്തു. ഒരു പഞ്ചായത്തിൽ LDF ഭരണം പിടിച്ചപ്പോൾ പള്ളിവാസൽ പഞ്ചായത്തിൽ വ്യക്തമായ ഭൂരിപക്ഷം ഇരു മുന്നണികൾക്കും ലഭിച്ചില്ല. സംസ്ഥാനത്താകെ എന്ന പോലെ അടിമാലി ബ്ലോക്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മുന്നേറ്റം കാഴ്ചവെച്ചു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം UDF നിലനിർത്തി. 14 ഡിവിഷനുകളിൽ 12 ഡിവിഷനുകൾ UDF പിടിച്ചെടുത്തപ്പോൾ 2 ഡിവിഷനുകളിൽ LDF വിജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകൃതമായ ശേഷം തുടർച്ചയായി UDF ആണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 3 പഞ്ചായത്തുകളിലും UDF ഭരണം പിടിച്ചെടുത്തു. അടിമാലി, കൊന്നത്തടി, വെള്ളത്തുവൽ പഞ്ചായത്തുകളാണവ. ബൈസൺവാലി പഞ്ചായത്തിൽ LDF ഭരണം പിടിച്ചു. പള്ളിവാസൽ പഞ്ചായത്തിൽ വ്യക്തമായ ഭൂരിപക്ഷം ഇരു മുന്നണികൾക്കും ലഭിച്ചില്ല. 7 സീറ്റിൽ UDF വിജയിച്ചപ്പോൾ 1 സീറ്റിൽ സ്വതന്ത്രനും ശേഷിക്കുന്ന 6 സീറ്റിൽ LDFും വിജയിച്ചു. ഇവിടെ സ്വതന്ത്രന്റെ നിലപാട് നിർണായകമാകും. കഴിഞ്ഞ തവണ പള്ളിവാസൽ, വെള്ളത്തുവൽ, കൊന്നത്തടി പഞ്ചായത്തുകൾ ഭരിച്ചിരുന്നത് LDF ആയിരുന്നു. അടിമാലി ബ്ലോക്കിന് കീഴിൽ വരുന്ന 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും UDFിനാണ് വിജയം. സിറ്റി വിഷൻ അടിമാലി. അടിമാലി പഞ്ചായത്ത് ഭരണം നിലനിർത്തി UDF. 24 വാർഡുകളിൽ 18 സീറ്റുകളിൽ വിജയം കൈവരിച്ചാണ് UDF അടിമാലി പഞ്ചായത്തിൽ ഭരണം നിലനിർത്തിയത്. LDF 4 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അടിമാലി പഞ്ചായത്തിൽ വിജയിച്ചു. വാർഡുകളാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലുള്ളത്. ഇതിൽ 18 സീറ്റുകളിൽ വിജയം കൈവരിച്ചാണ് UDF അടിമാലി പഞ്ചായത്തിൽ ഭരണം നിലനിർത്തിയത്. LDF 4 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അടിമാലി ഗ്രാമപഞ്ചായത്തിൽ വിജയിച്ചു. വാർഡ് 11ലും വാർഡ് 15ലുമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. തികഞ്ഞ വിജയപ്രതീക്ഷയായിരുന്നു LDFും UDFും അടിമാലി പഞ്ചായത്തിൽ വെച്ചു പുലർത്തിയിരുന്നത്. വാശിയേറിയ മത്സരത്തിനൊടുവിലാണ് അടിമാലി പഞ്ചായത്തിന്റെ ഭരണം UDF നിലനിർത്തിയത്. വിജയിച്ച UDF സ്ഥാനാർത്ഥികൾ അടിമാലിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കഴിഞ്ഞ തവണ 21 വാർഡുകളായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. ചേരിമാറ്റത്താൽ പലതവണ പ്രസിഡന്റ് സ്ഥാനവും ഭരണവും LDFിനെയും UDFിനെയും കൈകളിൽ മാറി മാറി വന്നു. ഒടുവിൽ UDFിനായിരുന്നു പഞ്ചായത്തിൽ ഭരണം നടത്തി വന്നിരുന്നത്. പുതിയ വാർഡ് വിഭജനം ഉണ്ടായതോടെ വാർഡുകളുടെ എണ്ണം 24ആയി ഉയർന്നു. 82 സ്ഥാനാർത്ഥികളായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ആകെ മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ 10 വീതം സീറ്റുകൾ LDFും UDFും പഞ്ചായത്തിൽ സ്വന്തമാക്കിയിരുന്നു. 1 സ്വതന്ത്രനും വിജയിച്ചു. ഇത്തവണ 18 സീറ്റുകൾ കൈക്കലാക്കിയാണ് UDF അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ആധികാരിക വിജയം കൈവരിച്ചത്. സിറ്റി വിഷൻ അടിമാലി. സന്നിധാനത്തെത്തുന്ന എല്ലാ ഭക്തർക്കും സുഗമമായ ദർശനത്തിന് എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. കുടുംബത്തോടൊപ്പം സന്നിധാനത്ത് ദർശനത്തിനെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എല്ലാ ദിവസവും 80,000-ന് മുകളിൽ ഭക്തർ സന്നിധാനത്തെത്തുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 85,000-ലധികം ഭക്തരാണ് എത്തുന്നത്. സുരക്ഷ ഉറപ്പാക്കാനും ദർശനം സുഗമമാക്കാനും മികച്ച ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലായി 3000-ഓളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. സ്പോട്ട് ബുക്കിംഗ് എണ്ണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുമായും ഹൈക്കോടതിയുമായും ആശയവിനിമയം നടത്തിയതിനു ശേഷം തീരുമാനിക്കുമെന്നും DGP പറഞ്ഞു. നമുക്ക് അതിനെ പറഞ്ഞത് നമ്മൾ ദേവസ്വം ബോർഡും ആയിട്ട് പിന്നെ ഹൈക്കോടതിയും നമ്മുടെ ആശയവും നടത്തിയിട്ട് ആവശ്യമുള്ള നടപടി സ്വീകരിക്കുന്നതിലേക്ക്. പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതാണ്, എല്ലാ ഭക്തന്മാർക്കും നമുക്കിവിടെ സുഖമായിട്ട് തൊടാനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊരു നല്ലൊരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു തോന്നുന്നു. സ്വർണം, വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണ ഗ്രാമിന് 12,275 രൂപ, പവന് 98,200 രൂപ, വെള്ളി ഗ്രാമിന് 210 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ UDF തേരോട്ടം. ജില്ലാ പഞ്ചായത്ത് അടക്കം LDF-ന് നഷ്ടമായി. മുനിസിപ്പാലിറ്റികൾ നിലനിർത്തി UDF. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നേട്ടമുണ്ടാക്കാൻ LDF-നായില്ല. തോൽവിക്ക് പിന്നാലെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചെന്ന് വ്യക്തമാക്കി EM ആഗസ്തി. ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രസംഗിക്കാനില്ല, ശ്രോതാവായിരിക്കുമെന്നും പോസ്റ്റിൽ പറയുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള കടുത്ത വിരോധമാണ് UDF-ന് ചരിത്ര വിജയം നേടുന്നതെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറിയുടെ വാർഡിൽ UDF-ന്റെ ചരിത്ര വിജയമെന്നും MP. തിരിച്ചടി പരിശോധിക്കുമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. തിരിച്ചടിയുണ്ടായാൽ അതിന്റെ വസ്തുത പരിശോധിച്ച് തിരിച്ചുവരവിന് വേണ്ടിയുള്ള ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് ചെയ്യുകയെന്നും CV വർഗീസ് പറഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.